ഉണ്ടാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ. പടച്ചോനെ, ഇവന്മാര് കല്ല് അരിയിലിട്ടതാണോ അരിയിൽ കല്ലിട്ടതാണോ എന്ന് മനസ്സിലാവുന്നില്ലല്ലോടി. ഒരു വീട് വെക്കാനുള്ള കല്ല് ഇപ്പോ തന്നെ കിട്ടി. മൈനാ മൈനാ, ആരാടാ പൊരയിൽ കയറി വന്ന് ഇരട്ടപ്പേര് വിളിക്കുന്നത്? എന്റെ മൈമൂനേനെ മൈന എന്നല്ലാതെ ഞാൻ എന്താ വിളിക്ക? കേട്ട് നല്ല പരിചയമുള്ള ശബ്ദാണല്ലോ. ഇത് ഞമ്മളാ മൈന, എന്റെ മൂസക്കായ. പടച്ചോനെ, നിങ്ങൾ എന്താണ് മുസക്ക ഈ കോലത്തില്? ചുമ്മാ പാടി നടന്നിട്ട് ഇജ്ജെന്നെ മൈൻഡാക്കണില്ലല്ലോ. അതുകൊണ്ട് ഞമ്മള് പാട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത്. മൈൻഡാക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, നമുക്കൊരുമിച്ച് ജീവിക്കണമെങ്കിലേ പാട്ട് മാത്രം പോരല്ലോ, കായ വേണ്ടേ കായ. കായ ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ ഞമ്മൾ അപ്ഡേറ്റ് ചെയ്ത പാട്ടും കൊണ്ട് വന്നേക്കുന്ന. ഇജ്ജൊന്ന് കേട്ടോക്ക്. എങ്കി ഒന്ന് പാടിക്ക്, ഞാനും കേക്കാം. ഇത് ഞാൻ എന്റെ മൈനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ പാട്ടാ. ഇജ്ജ് കേക്കണ്ടേ? ഇജ്ജു പോയേ. ഓളവിടെ നിൽക്കട്ടെ മുസക്ക, നിങ്ങള് പാട്. ഈ പാട്ടെങ്ങാനും വൈറലായാലുണ്ടല്ലോ ഞമ്മള് പെരുത്ത കാശുകാരാവും മൈന. നിങ്ങളൊന്ന് പാട് മുസക്ക. ഇന്നാ പിടിച്ചോ. പേരാറ്റിൻകരയിൽ വെച്ച് പേരെന്തെന്ന് ചോദിച്ചപ്പോ പേരയ്ക്ക, ആ പേരയ്ക്ക എന്ന് പറഞ്ഞോളെ. വേലിക്കരുകിൽ വെച്ച് മൈലാഞ്ചി കൈ കൊണ്ട് വാഴയ്ക്ക, ആ വാഴയ്ക്ക വറുത്തത് തന്നോളെ. അത്തറു പൂശിയെടുത്ത കത്തു ഞാൻ അയച്ചതിൽ സത്യം മുഴുവനും പറഞ്ഞില്ലേ. എന്റെ മുത്തേ നീ വായിച്ചിട്ടി കുത്തുവാതാകും പേന കത്തി കൊണ്ടെന്റെ നെഞ്ച് പിളർന്നില്ലേ. പേരാറ്റിൻകരയിൽ വെച്ച് പേരെന്തെന്ന് ചോദിച്ചപ്പോ പേരയ്ക്ക, ആ പേരയ്ക്ക എന്ന് പറഞ്ഞോളെ. പൽച്ചോറ് വിളമ്പണ കയ്യോ കൊണ്ടെനിക്കു നീ പൈങ്ങഞ്ഞി വിളമ്പിയതെന്താണ്? മത്താറ് കളഞ്ഞില്ല എങ്കിലും മയിലെ നിൻ നിക്കാഹിന് നിന്റെ വീട്ടിൽ രണ്ട് മയ്യത്ത്. നിക്കാഹിന് നിന്റെ വീട്ടിൽ രണ്ട് മയ്യത്ത്. പേരാറ്റിൻകരയിൽ വെച്ച് പേരെന്തെന്ന് ചോദിച്ചപ്പോ പേരയ്ക്ക, ആ പേരയ്ക്ക എന്ന് പറഞ്ഞോളെ. കരളിന്റെ നാലു കെട്ടിൽ കാരിൻ ചാത്തൻ കടന്നുപോൽ പൊരിയുന്ന തീ കൽബിൽ പാടന്തല്ലോ. പെണ്ണെ പെണ്ണെ നിന്നോർമ്മയാകും കണ്ണിമാങ്ങ കറി കൂട്ടി കണ്ണിൽ നിന്നും ചുടുകണ്ണി വരുന്നല്ലോ. കണ്ണിൽ നിന്നും ചുടുകണ്ണി വരുന്നല്ലോ. പേരാറ്റിൻകരയിൽ വെച്ച് പേരെന്തെന്ന് ചോദിച്ചപ്പോ പേരയ്ക്ക, ആ പേരയ്ക്ക എന്ന് പറഞ്ഞോളെ. എങ്ങനെയുണ്ട് മൈന എന്റെ പാട്ട്? ഇപ്പൊ ഞാൻ പഴയ മൂസ അല്ല, അപ്ഡേറ്റഡ് റാപ്പ് മൂസ. അപ്ഡേറ്റഡ് റാപ്പ് മൂസയോ? മൂസക്കായി എന്ത് പാട്ട് പാടിയത് ഇപ്പോ? പേരാറ്റിൻകരയിൽ പേരെന്തെന്ന് ചോദിച്ചപ്പോ ശരിക്കലും നിങ്ങൾ എല്ലാവരും കൂടി എന്നോട് ചോദിക്കണ്ടേ? എന്റെ പേര് തിരിഞ്ഞനാ. മൂസക്കായി തിരിഞ്ഞനാ? ആ തിരിഞ്ഞനാ? തിരിഞ്ഞാണോ ഇരിക്കുന്നേന്ന് പേര്? അല്ല, മനസ്സിലായോന്ന് ചോദിച്ചതാ. കാഞ്ഞിരപ്പള്ളിക്കാരത്തേക്ക് എങ്ങനെ ഈ വലിയ കാര്യത്തിൽ മൂസക്കായി മൂസക്കായി ഇല്ല, നേരെ ഇരിക്കുന്നത്. അതെ, തിരിഞ്ഞോ തിരിഞ്ഞനോന്ന് ചോദിച്ചാല് മനസ്സിലായോന്ന്.
മനസ്സിലായോ? അതില്ലേ ഈ സ്ക്രിപ്റ്റില്ലേ ഞാനിവിടെ കാണിച്ചേ അതില്ലേ അമ്മ രാത്രി 12 മണിക്ക് പെട്ടെന്ന് ഉറങ്ങുമായിരുന്നേ. എന്നിട്ട് പെട്ടെന്ന് ചാടി എണീറ്റ് കിട്ടി 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 എന്ന് പറഞ്ഞേ. എന്നിട്ട് പെട്ടെന്ന് പോയിരുന്ന് ഇങ്ങനെ അങ്ങ് എഴുതുന്നുണ്ടോ. അതെന്താന്നറിയാവോ സ്ക്രിപ്റ്റ്. അതങ്ങോട്ട് പച്ചമോന്റെ അടുത്തങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തേ. എന്നിട്ട് ഇരിക്കുന്നു അത് അതിന്റെ ലുക്ക് മൊത്തം മാറ്റി. അങ്ങനെ പരിണാമം സംഭവിച്ച സ്ക്രിപ്റ്റ് ഇത്. പരിണാമം പച്ചമോനെ കാണുന്നില്ല. പച്ചമോൻ പരിണാമ സിദ്ധാന്തം കണ്ടുപിടിച്ച അതെ മൂസക്കായി എന്റെ മൈനക്ക് തിരിഞ്ഞ് ഞാഞ്ഞെന്നാ പാടിയത്. അന്റെ മൈനക്ക് തിരിഞ്ഞിനാ മനസ്സിലായോ? ഇഞ്ഞി രസക്കുട്ടി ഞാന് ജഡ്ജ് എന്താന്ന് പാടീനെന്ന് ഞാൻ പാടിയത് മൈനക്ക് തിരിഞ്ഞില്ലെന്നോ? തിരിഞ്ഞോന്ന് ചോദിച്ചതാ. അതെന്തായാലും തിരിയൂലേ? അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു നോക്ക്. തിരിഞ്ഞോ? തിരിഞ്ഞു പറഞ്ഞില്ലേ? മൈനപ്പെണ്ണും കൂട്ടുകാരി അതെ 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 പാത്തുവും പിന്നെ മൈനയും മൈമൂന. ഹലോ രണ്ടുപേർക്കും ഹലോ. മൂസക്കായി കുഴപ്പമില്ലെന്നേ ഉള്ളൂ. പാട്ടും മൈമുനെ സൂപ്പർ ആയിരുന്നു കേട്ടോ. മൂസക്കായ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കണ്ടോ മൂസക്കയുടെ മുഖം കണ്ടോ? മൂസക്കാവിന്റെ മൂസക്കയുടെ മുഖം ഒരു വാഴക്ക പോലെ ഉണ്ടായിരുന്നു. അല്ല അതെന്താ മുന്തിരിങ്ങയാണോ ഒട്ടിച്ചു വെച്ചത്? മുന്തിരിങ്ങ പൊട്ട ഒട്ടിച്ച് വെച്ചേക്കുന്നത്. ആ ജിനിച്ചേട്ടനല്ലേ ഷേപ്പ് മാറ്റുന്നേ? ജിനിച്ചേട്ടൻ ആ ഷേപ്പ് മാറ്റുന്ന ജിനിച്ചേട്ടൻ എല്ലാം വരുന്നവർക്ക് എല്ലാം ഷേപ്പൊക്കെ മാറ്റിയതാ. ഷേപ്പ് മാറ്റി പേരക്ക പോലെ ആയി. ഇപ്പൊ പേരക്ക പോലെയല്ല വാഴക്ക പോലെ ഇരിക്കുന്നുണ്ട്. രണ്ടുപോലെ ഇരിക്കുന്നുണ്ട്, മാറി മാറി വരുന്നുണ്ട്. മക്കളുടെ പേരെന്താണ്? ശരിക്കുള്ള പേര് അനിക. ശ്രീബാല. ശ്രീബാലനെ ഓർക്കുന്നുണ്ടോ? ഇല്ല എവിടെ ഡാൻസ് കളിക്കാൻ വന്നോ? സ്കൂളിലാ? സെന്റ് ആൻസ് HSS കുര്യനാട്. രണ്ടുപേരും സെയിം സ്കൂളാ? ക്ലാസ് 7th. രണ്ടുപേരും 7th. അവള് വേറെ ചവറയിലാണ്. ഓക്കെ. അവര് രണ്ടുപേരും ഇല്ലായിരുന്നെങ്കിൽ എന്തായി പോയനെ മൂസാക്ക. മൂസാക്കയുടെ ഭാവി തൊലഞ്ഞു പോയ. ആ മൂസാക്ക പക്ഷെ ഡയക്കോൾ അല്ല ഡയലോഗ്. ഡൈക്കോല് സൂപ്പർ ആയിരുന്നു കേട്ടാ. മൂസാക്ക എങ്ങനെയാ ഒപ്പിച്ചതാ പറഞ്ഞില്ലേ? പച്ചമോൻ പരിണാമം സംഭവിപ്പിച്ചത് കൊണ്ട് മൂസാക്കായി രക്ഷപ്പെട്ടു പോകുന്നു. ആ ഡൈക്കോലൊന്ന് പഠിപ്പിച്ചു തരുമോ? ഡൈക്കോനോ പഠിപ്പിച്ചു തരണോ? ആദ്യമേ ഞാൻ പറയുന്നത് എന്തായിരുന്നു? മൈനാന്ന് വിളിക്കുവോ? ആ മൈന മൈന എന്റെ ഡയലോഗ് എനിക്കറിയുള്ളൂ കേട്ടോ. മൈന അങ്ങനത്തെ മോഡൽ ഇഷ്ടം. മൈന 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 മൈന. ഞാൻ ശ്രമിക്കണോ? മൂസക്കായ് കറക്റ്റില്ല. പക്ഷെ മൂസക്കാത്ത് വിളിച്ചത് അതിലും നല്ലതാ. ഞാനുണ്ടോ? മൈന മൈന. പേടിച്ച് നേരത്തെ ചുടു വന്ന പോലെ. അതെങ്ങനെയാണോ? മൈന മൈന. എന്നിട്ടില്ലേ അടുത്ത ഡൈക്കോല് ഈ ചേച്ചിയുടെ ആണ് പാട്ട് മാത്രം പോരല്ലോ, കായ് വേണ്ടേ? കായ് പാട്ട് മാത്രം പോരല്ലോ, കായ് വേണ്ടേ? കായ് സെറ്റ്. വേറെ സാധനം കൂടെ ഉണ്ട്. വേറെ ഐറ്റം അതൊക്കെ വിശ്വചേട്ടൻ ട്യൂണിടുവോ? അതെങ്ങനെ? നിർത്തോ, കട്ട് കട്ട്. ഇയാൾ എന്താ ഈ കാണിക്കുന്നത്? എല്ലാ പടത്തിലും താൻ ഈ സ്റ്റെപ്പ് തന്നെയല്ലേ ഉപയോഗിക്കുന്നത്? ആഹാ, എല്ലാ സിനിമയിലും താൻ ഈ സെയിം ക്യാമറ തന്നെയല്ലേ യൂസ് ചെയ്യുന്നത്? എല്ലാ ഷൂട്ടിങ്ങിനും ഇത് ആക്ഷൻ കട്ട് എന്നാലേ നിങ്ങൾ ഉപയോഗിക്കുന്നേ.
കണ്ടോ? പിന്നെ ഡാൻസിന് മാത്രം എന്തിനാ ചേഞ്ച്? ഐ കാനോട്ട് അഫോർഡ്, ഐ കാനോട്ട് അഡ്മിറ്റ്, ഐ കാനോട്ട് അഫ്ലിക്റ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു സാധാരണ പുരുഷൻ നോർമലി നടക്കുന്നത് ദാ ഇങ്ങനെയാണ്. ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി ദിങ്ങനെ നടക്കുമോ? ഐ ഡോണ്ട് അഗ്രീ. ഫസ്റ്റ് സ്റ്റെപ്പ് അതെന്റെ മാസ്റ്റർ പീസ് ആണ്. അതിൽ കൈവയ്ക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. ഓക്കെ സെക്കൻഡ് സ്റ്റെപ്പ്. ഇത് നേരത്തെ കാണിച്ച സ്റ്റെപ്പ് അല്ല, മുദ്ര ശ്രദ്ധിക്കണം. നേരത്തെ കാണിച്ചത് ഏകമുദ്ര, വിരൽ കണ്ടോ? ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത് കാണിച്ചത് ദ്വിമുദ്ര, 2 വിരൽ. ഓ, ആ മുദ്ര. റെഡി ലേഡീസ്? 1 2 3 ഷിറ്റ്. മാത്രല്ല ടൈമിംഗ് കണ്ടില്ലേ? അതെ അതെ അത് ഇത് ഇപ്പൊ പറഞ്ഞതല്ലോ. അല്ല 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 അതാ പറഞ്ഞത്. ഇപ്പൊ അത് സൂപ്പറായിട്ട് ഡബ് ചെയ്തു. അതെ, കറക്റ്റ് ആയിട്ട് ഡബ് ചെയ്തു. കറക്റ്റ് ടൈമിംഗ്. അതെ, മിടുക്കിയാണ്. ടാലന്റ്. അതെ അതെ. പക്ഷെ മുഖം പേരയ്ക്ക പോലെ തന്നെ ഉണ്ട്. മുഖം അല്ല വാഴയ്ക്ക. ഇപ്പൊ പേരയ്ക്കായി. ഇപ്പൊ പേരയ്ക്കാന്ന് തോന്നുന്നു. ഈ മൂസക്കായിന്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവർ പറയട്ടെ ആദ്യം. മൂസക്കായി അടിച്ച് പൊളിച്ച്. ഇവർക്ക് പറയാനുള്ളത് അതാണ്. ഓക്കെ, സന്തോഷായി. ഇനി ഇജ്ജ് പറ മൂസക്കായിന്റെ പാട്ട് എങ്ങനെ? അടിച്ച് പൊളിച്ചിനി. അപ്പൊ എന്തായാലും ഇന്ന് മൂസാക്കയുടെ പാട്ട് കലക്കി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, കൂട്ടുകാരികളും കൊള്ളാം. അതെ, എനിക്കും ഇഷ്ടപ്പെട്ടു. മൂസാക്ക കിടല് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇഷ്ടു വെരി മച്ച് ഇഷ്ടം. ചിക്കൻ കോഴിയാ? അത് എവിടുന്ന് ഇപ്പൊ വന്നത്? കോഴിക്കറി. ഒരു ഡയലോഗ് ഇങ്ങനെയുണ്ട്, നല്ല കിടിലൻ കോഴിക്കറി. ആണോ? ഓ, അതെവിടുന്ന? അത് ഓർമ്മ വന്നു ഇപ്പൊ. റീലിനകത്തുണ്ട്. ആണല്ലേ? അത് അങ്ങനെ അങ്ങ് ഓർമ്മ വന്നതാ. എന്തായാലും മൂസക്കായിനെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടായിന്. പെരുത്തിഷ്ടായിന്. മൂസക്കായി നമ്മളെ ഇനിയും നമുക്ക് പാട്ട് പാടി തരണോ? ഇപ്പൊ നമ്മള് മൂസക്കായിക്കോ, നമ്മളെ മൈനക്കോ, നമ്മളെ പാത്തൂനോ നമ്മള് കുറച്ച് മഴ പെയ്ക്കാൻ പോന്നാന്ന്. പെയ്പ്പിക്കട്ടെ? പെരുത്ത ബെല്ല് മഴ വേണോ ചെറുത് വേണോ? ബെൽത് വേണോ ചെറുത് വേണോ? ബെൽത് വേണോ? അപ്പൊ വരട്ടെ നമ്മുടെ മൂസക്കായ്ക്കൊരു വലിയ പെരുമയ മുട്ടായി അല്ലേ? മൂസക്കായ്ക്ക് മാത്രല്ല, മൂസക്കായുടെ മൈനയ്ക്കും പാത്തൂനും. ഓക്കെ അല്ലേ? സൂപ്പർ ആയിരുന്നു കേട്ടോ 3 പേരും. താങ്ക് യു. ടാറ്റാ ടാറ്റാ ടാറ്റാ. ബൈ ബൈ, ഗുഡ് നൈറ്റ്. ആര്യ ചേച്ചി, ആര്യ ചേച്ചിക്ക്